നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സഖാവ് കുഞ്ഞികൃഷ്ണൻ, അതായത് RSPയുടെ ബാനറിൽ പയ്യന്നൂരിൽ നിന്ന് വിജയിച്ചു കയറിയ നമ്മുടെ സ്വന്തം നേതാവ് കുഞ്ഞികൃഷ്ണൻ, ആ കുഞ്ഞികൃഷ്ണൻ സഖാവ് ഇടക്കാലത്ത് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി കെട്ടിയൊരുങ്ങി ഇറങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നേതാക്കളെ അണികൾ തിരുത്തുന്നു എന്ന് പറയുന്ന പുസ്തകമൊക്കെ പ്രകാശനം ചെയ്ത് അങ്ങനെ CPMൽ നിന്ന് അകന്ന് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കുഞ്ഞികൃഷ്ണൻ സഖാവ്. ആ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ ചൊടിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ഉണ്ടായിരുന്ന ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചു. അതായത് TA മധുസൂദനൻ എന്ന് പറയുന്ന അവിടുത്തെ MLA ഫണ്ട് വെട്ടിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹം ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം. അതിനെ ഒരു വലതുപക്ഷ മാധ്യമത്തിൽ അദ്ദേഹം കയറിയിരിക്കുകയും ആ മാധ്യമത്തിലിരുന്നു കൊണ്ട് TA മധുസൂദനെതിരായി ശക്തമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതായത് ഈ ഫണ്ട്, കോടിക്കണക്കിന് രൂപ വരുന്ന ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതായിരുന്നു TA മധുസൂദനെതിരായി കുഞ്ഞികൃഷ്ണൻ സഖാവ് ഉയർത്തിയ ആരോപണം. എന്നാൽ ഈ ആരോപണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് മുഴുവൻ കളങ്കമായി മാറുകയായിരുന്നു. അതായത് CPM എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെയാണ്, രക്തസാക്ഷികളുടെ പേരും പറഞ്ഞുകൊണ്ട് ഫണ്ട് ധാരാളമായി പിരിക്കും, എന്നിട്ട് ആ ഫണ്ടെല്ലാം കൂടി വകമാറ്റി ചെലവഴിക്കുകയോ ഇവിടുത്തെ രാഷ്ട്രീയ അല്ലെങ്കിൽ നേതാക്കന്മാർ പുട്ടടിക്കുകയോ ചെയ്യും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ചിന്താഗതി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായി. അതിന് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് വേറൊരു കാരണം, ഇദ്ദേഹം അവിടെ ഒരു സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥനായിരുന്നു, അവിടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയം. അപ്പം അദ്ദേഹത്തിന്, അതായത് ആ കഥ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ റിട്ടയർമെൻറ്റിലേക്ക് എത്തുമ്പോഴാണ് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ അദ്ദേഹം റിട്ടയർ ആയതിൻ്റെ തൊട്ടടുത്ത വർഷം മുതൽ തന്നെ അത് നടപ്പിലാകുന്ന ഒരു രീതി വന്നു. എനിക്ക് തോന്നുന്നു DA മറ്റോ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനമാകുന്നു. പക്ഷേ അതിൽ ഇദ്ദേഹത്തിന്, അതായത് നമ്മുടെ കുഞ്ഞികൃഷ്ണൻ സഖാവിന് അതിൽ ലഭിക്കുന്ന ആനുകൂല്യം ലഭിക്കില്ല എന്നുള്ള കാര്യം വസ്തുതാപരമായിരുന്നു. എന്നാൽ അതിന് തുരങ്കം വെച്ചത് TA മധുസൂദനനാണെന്നും TA മധുസൂദനൻ കാരണമാണ് തനിക്ക് ആ ആനുകൂല്യങ്ങൾ, ആ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത് എന്നും അദ്ദേഹം തെറ്റിദ്ധരിച്ചു വശായി എന്ന് പറയുന്നതാണ് ശരി. കാരണം അദ്ദേഹത്തിന് ആ ക്രൈറ്റീരിയയ്ക്കുള്ളിൽ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ സഖാവ് വരില്ലായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ വരാത്തത് കൊണ്ട് തന്നെ ആ ആനുകൂല്യങ്ങൾ സ്വാഭാവികമായി ലഭിക്കില്ല. അപ്പോൾ TA മധുസൂദനെ കണ്ടിട്ട് പറഞ്ഞു, മധുസൂദന, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സഖാവേ, എനിക്ക് ആ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ? അന്നേരം പറഞ്ഞ്, സഖാവെ രക്ഷയില്ല, കാരണം അല്ലെങ്കിൽ സഖാവ് റിട്ടയർ ആവുന്നതിന് ശേഷമാണ് ആ സഹകരണ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് അത് ലഭിക്കില്ല എന്ന് നല്ല ഭാഷയിൽ TA മധുസൂദനൻ കുഞ്ഞികൃഷ്ണൻ സഖാവിനോട് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് അന്നേരം പറഞ്ഞു, അത് എങ്ങനെ ശരിയാവുക എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അങ്ങേക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ സഖാവ് ഒരു കാര്യം ചെയ്തോളൂ, കേസുമായി മുന്നോട്ട് പോയിട്ട് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് അങ്ങേക്ക് ആനുകൂല്യം കിട്ടാൻ അർഹനാണെങ്കിൽ അങ്ങേക്ക് വാങ്ങിയെടുക്കാൻ കഴിയും സഖാവെ എന്ന് TA മധുസൂദനൻ നല്ല ഭാഷയിൽ കുഞ്ഞികൃഷ്ണനെ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ കുഞ്ഞികൃഷ്ണൻ കോടതി നടപടികളുമായി മുന്നോട്ട് പോയി. അങ്ങനെ കോടതി നടപടികളുമായി മുന്നോട്ട് പോയി എങ്കിൽ തന്നെയും ആ കേസിൽ കുഞ്ഞികൃഷ്ണന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. അതുതന്നെയാണ് കുഞ്ഞികൃഷ്ണനെ ചൊടിപ്പിക്കാനുള്ള കാരണവും. അങ്ങനെ ചൊടിച്ച കുഞ്ഞികൃഷ്ണൻ പിന്നീട് ഒരു പാർട്ടി വിരുദ്ധ ലൈനിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് കേസ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ആകെയുള്ള ഇമേജിന് കോട്ടം തട്ടുന്ന രീതിയിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ചത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, CPM എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ ഇതുപോലെയുള്ള രക്തസാക്ഷി ഫണ്ടുകളെല്ലാം തട്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പുസ്തകം എഴുതാൻ തീരുമാനിക്കുന്നു. അതായത് നേതാക്കളെ അണികൾ തിരുത്തുമ്പോൾ എന്ന് പറയുന്ന ഒരു പേരിട്ടുകൊണ്ട് ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ കേരളത്തിലുള്ള സകലമാന വിമതന്മാരും പങ്കെടുത്തു. തൃശ്ശൂർ ജില്ലയിൽ നിന്നും കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ പല ജില്ലകളിൽ നിന്നുള്ള ആളുകളെ അടുപ്പിച്ച് അവിടെ കൊണ്ടുപോകുന്നതിൽ കുഞ്ഞികൃഷ്ണൻ സഖാവ് വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ്, കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് CPMൻ്റെ ഒരു വിരുദ്ധ മുഖമായി മാറുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് CPM അല്ലെങ്കിൽ പയ്യന്നൂരിൽ വീണ്ടും TA മധുസൂദനൻ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി ഒരുങ്ങുന്നത്.
ആ തെരഞ്ഞെടുപ്പിൽ ടി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ് എന്ന് കരുതിയിരുന്ന അന്നാട്ടിലെ ജനങ്ങൾ ഇവിടെ കൃത്യമായി ടി.എ. മധുസൂദനെ പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി RSPയും രംഗത്തേക്ക് വന്നപ്പോൾ കുഞ്ഞികൃഷ്ണൻ സഖാവ് RSPയുടെ സ്ഥാനാർത്ഥിയായി അങ്ങ് മാറുകയും ചെയ്തു. ഇതാണ് അക്ഷരാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. ഇതോടുകൂടി മധുസൂദനൻ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് മധുസൂദനൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, മധുസൂദനൻ ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പലരും ചോദിക്കും, മാസം ഇത്ര കഴിഞ്ഞിട്ടാണോ കേസുമായി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ഒരു കേസുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപായി ഇതിൻ്റെ വിജയസാധ്യതയെക്കുറിച്ചും നിയമസാധുതയെക്കുറിച്ചും ഒക്കെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ ചാടിക്കേറി എനിക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം കേസ് നടത്തിക്കൊണ്ടു പോവുകയും കോടതി ചെലവ് ഉൾപ്പെടെ ഈ പറയുന്ന വ്യക്തിയിൽ നിന്നും ഈടാക്കി വാങ്ങുക എന്നുള്ളതാണ് എപ്പോഴും ഒരു മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകുന്ന ഒരാൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത ആ കേസിലുണ്ടോ, ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും നിയമസാധുതയുണ്ടോ തുടങ്ങിയ നിയമവശങ്ങളെക്കുറിച്ച് കൃത്യമായി ഏതെങ്കിലും ഒരു നിയമവിദഗ്ധനുമായി സംസാരിക്കാതെ കേസിന് പോകാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ കൃത്യമായി പറയാമല്ലോ, കുഞ്ഞികൃഷ്ണൻ സഖാവ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, ഫണ്ട് എത്രയെന്നറിയില്ല, ആ ഫണ്ട് എന്തിനൊക്കെ ചിലവാക്കിയെന്നറിയില്ല, ഫണ്ട് പലതും വകമാറ്റി ചിലവഴിച്ചു, ഫണ്ട് പലതും ഈ പറയുന്ന ടി.എ. മധുസൂദനൻ അടിച്ചുമാറ്റി. നമ്മൾ അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ സഖാവ് ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഈ ധൻരാജിൻ്റെ കുടുംബാംഗങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് പാർട്ടിയെയും മധുസൂദനെയും വിശ്വാസമാണ് എന്നുള്ളത് തന്നെയാണ്. പയ്യന്നൂർ എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റിക്കകത്ത് മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു വലിയ വിഷയത്തെ, അല്ലെങ്കിൽ ഒരു വിഷയത്തെ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിച്ച് പാർട്ടിക്ക് ഡിഫമേഷൻ ഉണ്ടാക്കി വെച്ച ഒരാൾ തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. അപ്പോഴാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്, ഇവിടെ പുതുതായി ടി.എ. മധുസൂദനൻ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസും കുഞ്ഞികൃഷ്ണന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ കുഞ്ഞികൃഷ്ണനിലേക്ക് ഈ പറയുന്ന ഇത് എത്തിക്കഴിയുമ്പോൾ, അതായത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അസംബ്ലി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന ഫണ്ട് ആവശ്യമില്ലാതെ രസീത് കുറ്റി അടിച്ച്, അതായത് ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞിട്ടുള്ള പരാതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് ഇതാണ്. അങ്ങനെ കൊണ്ടുവന്ന ഫണ്ട് ആവശ്യമില്ലാതെ അനാവശ്യമായ രസീത് കുറ്റികൾ അനധികൃതമായി അടിച്ചുകൊണ്ട് ആരുടെയൊക്കെയോ പേരിൽ എഴുതി ചേർത്തുകൊണ്ട് ഈ പണം കൈക്കലാക്കി വെച്ചു എന്നൊരു ആരോപണം കൂടി ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ സഖാവ് ഉയർത്തുന്നുണ്ട്. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ സഖാവ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചുവെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് തട്ടിപ്പും CPM നടത്തി എന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വക്കീൽ നോട്ടീസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ വക്കീൽ നോട്ടീസിൽ വളരെ കൃത്യമായി ധനരാജ് രക്തസാക്ഷി ഫണ്ട് എത്രയാണ് പിരിഞ്ഞു കിട്ടിയതെന്നും അത് എന്തിനൊക്കെ ചിലവായിട്ടുണ്ടെന്നും എത്രയാണ് FD ആയി ഇന്ന് ബാങ്കിൽ കിടക്കുന്നതെന്നും അതിൽ നിന്ന് എത്ര പലിശ ലഭിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്കുകളും ടി.എ. മധുസൂദനൻ കൃത്യമായി ഈ പറയുന്ന വക്കീൽ മുഖാന്തരം വക്കീൽ നോട്ടീസ് അയച്ചതിനകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതായത് സംഭാവന എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് 90,14,248 രൂപയാണ് സംഭാവന എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക്, അതായത് ഏരിയ കമ്മിറ്റിക്ക് പിരിഞ്ഞു കിട്ടിയത്. എന്നാൽ പലിശ നിരക്കിൽ 22,78,193 രൂപ പാർട്ടിക്ക് പലിശ ഇനത്തിൽ ഈ തുകയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് പിന്നീട് FDയുടെ ഭാഗമായുള്ള ഇൻട്രസ്റ്റ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് 7,98,655 രൂപയും വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ കണക്കാക്കിക്കൊണ്ട് ഇവരുടെ കണക്ക് പ്രകാരം ടി.എ. മധുസൂദനൻ സമർപ്പിച്ചിരിക്കുന്ന കണക്ക് പ്രകാരം 1,91,116 രൂപയാണ് ടോട്ടൽ ഈ പറയുന്ന ധനരാജ് രക്തസാക്ഷി ഫണ്ട് എന്നുള്ള നിലയിൽ ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള നിലയിൽ 18 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള നിലയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 29,25,000 രൂപ വീട് നിർമ്മാണത്തിന് വേണ്ടി ചെലവാക്കി എന്നുള്ള കാര്യവും കൃത്യമായി ഓരോ കണക്ക് തിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ബാക്കിയുള്ള തുക അവിടെയുണ്ട് എന്നുള്ള കാര്യവും ഈ ടി.എ. മധുസൂദനൻ വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടി.എ. മധുസൂദനെതിരായി വ്യക്തിപരമായി തനിക്ക് നേട്ടമുണ്ടാക്കേണ്ടിയിരുന്ന ഒരു വിഷയത്തിൽ എവിടെയൊക്കെയോ കയറി കള്ളക്കളി കളിച്ചുകൊണ്ട് ഈ പറയുന്ന ടി.എ. മധുസൂദനൻ തന്നെ തട്ടിത്തെറിപ്പിച്ചു എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ,
ആ തെറ്റിദ്ധാരണയുടെ പിന്നിൽ നിന്നുകൊണ്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം നിന്നിരുന്ന ഒരു സൊസൈറ്റിയുടെ സ്ഥാനത്ത് നിന്നും അദ്ദേഹം റിട്ടയർ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ ടി എ മധുസൂദനൻ തടഞ്ഞു വെച്ചു എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നിന്നുകൊണ്ട് CPM എന്നൊരു പാർട്ടിയെ മുഴുവൻ കണ്ണൂർ CPM-നെ മൊത്തത്തിൽ അടങ്കൽ ആക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് സത്യത്തിൽ ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ സഖാവ് നടത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതിന് ശക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ വെല്ലുവിളിയായി തന്നെയാണ് ഇപ്പോൾ ടി എ മധുസൂദനൻ നൽകിയിരിക്കുന്ന വക്കീൽ നോട്ടീസ്. യഥാർത്ഥ കണക്കുകൾ ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.